ഹൈ ഓൾ, നമുക്ക് ഇന്ന് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ അതുകൂടാതെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെൻട്രിക്കിൾസിൽ ഹാർട്ട് റേറ്റ് കൂടിയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ നമ്മുടെ വെൻട്രിക്കിൾസിൽ ഉണ്ടാവില്ല അല്ലേ. അതാണ് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുക. യൂഷ്വലി നമുക്കറിയാം, നമ്മൾ ECG നോക്കുകയാണെങ്കിൽ നമുക്ക് മോണോമോർഫിക് അല്ലെങ്കിൽ പോളിമോർഫിക് അല്ലേ, അങ്ങനെ രണ്ട് തരത്തിലുള്ള ECG വേവ് ഫോംസ് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ പറയുന്ന വെൻട്രിക്കുലർ ടക്കിക്കാർഡിയയിൽ. നെക്സ്റ്റ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലേ. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവിടെ കവോട്ടിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും നമ്മുടെ വെൻട്രിക്കിൾസിൽ നടക്കുക. നമുക്ക് റേറ്റ് കാര്യങ്ങളൊന്നും അവിടെ മെഷർ ചെയ്ത് എടുക്കാനായിട്ട് കഴിയില്ല. ECG അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു കവോട്ടിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് ECGയിൽ കാണാനായിട്ട് കഴിയുക. അതുകൂടാതെ യൂഷ്വലി പേഷ്യന് വെൻട്രിക്കുലർ ഫിബ്രിലേഷനിൽ പൾസ്ലെസ് ആയിരിക്കും, പേഷ്യന് പൾസ് ഉണ്ടാവില്ല. വേറെ നമ്മൾ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പേഷ്യന് മേ ബി പൾസ് ഉണ്ടാകും, ചിലപ്പോൾ പൾസ് ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. വെൻട്രിക്കുലർ ടക്കിക്കാർഡിയയിൽ നമുക്ക് പേഷ്യന് പൾസ് ഉണ്ടോ പൾസ് ഇല്ലയോ എന്നുള്ളത് നോക്കുക. കാരണം നമ്മുടെ മാനേജ്മെൻറ്റ് അതനുസരിച്ചിട്ട് മാറി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ കൂടാതെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാം. എസ്പെഷ്യലി ഇതിൻ്റെ എമർജൻസി മാനേജ്മെൻറ്റ് ACLS പ്രോട്ടോക്കോളിലാണ് വരിക അല്ലേ. അപ്പോൾ സപ്പോസ് നോക്കിയാൽ പേഷ്യൻ്റെ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയുള്ള പേഷ്യൻ്റ് കേട്ടോ, പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ എന്താണ്, പേഷ്യൻ്റ് അലേർട്ടായിരിക്കും, BP ഉണ്ടാകും പേഷ്യന്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അമ്യൂഡ്രോൺ പോലെയുള്ള ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ലിഡോക്കൈൻ പോലുള്ള ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് കൊടുക്കാം. അതേസമയം പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണ്, അതായത് പേഷ്യന് ചെസ്റ്റ് പെയിൻ ഉണ്ട്, ഹൈപ്പോടെൻഷൻ ഉണ്ട്, അല്ല പേഷ്യൻ്റെ മെൻ്റൽ സ്റ്റേറ്റസ് ഓൾട്ടേർഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്ക്രണൈസ്ഡ് കാർഡിയോവേർഷൻ കൊടുക്കാം. എവിടെയാണ്? ഈ പറയുന്ന വെൻട്രിക്കുലർ ടക്കിക്കാർഡിയയിൽ. നെക്സ്റ്റ് നോക്കിയാൽ പേഷ്യൻ്റ് ഇപ്പോൾ നോക്കിയാൽ പേഷ്യൻ്റ് പൾസ്ലെസ് ആണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ, പേഷ്യൻ്റ് പൾസ്ലെസ് ആണ്, പേഷ്യൻ്റ് പൾസ്ലെസ് ആയിട്ടുള്ള VT ആണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് CPR സ്റ്റാർട്ട് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഡീഫിബ്രിലേറ്റ് ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റ് എന്ത് ചെയ്യുക? ഡീഫിബ്രിലേറ്റ് ചെയ്യുക. അപ്പോൾ പൾസ്ലെസ് VT അതല്ല വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഇത് രണ്ടിനും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡീഫിബ്രിലേഷൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, VFib DFib അങ്ങനെ ഓർക്കുക കേട്ടോ. VFib DFib, അതായത് വെൻട്രിക്കുലർ ഫിബ്രിലേഷന് നമ്മൾ ഡീഫിബ്രിലേഷൻ ചെയ്യും, അതുകൂടാതെ പൾസ്ലെസ് VTക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡീഫിബ്രിലേഷൻ ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെഡിക്കേഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് കഴിയുക, എപ്പിനെഫ്രിൻ കൊടുക്കാം. അതുകൂടാതെ നമുക്ക് അമ്യൂഡ്രോൺ പോലെയുള്ള ആൻറ്റി അരിത്മിക് ഡ്രഗ്സ് നമുക്ക് ഇവിടെ മാനേജ്മെൻ്റ് ആയിട്ട് കൊടുക്കാം.